ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സുപ്രഭാതം എല്ലാവർക്കും 5 AM ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ പഠിക്കുക അല്ലെ, എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യം രാവിലെ പഠിച്ചാൽ നന്നായി പഠിക്കാം. നിങ്ങൾ ഈ കാണിക്കുന്ന ഊർജ്ജസ്വലത, പഠിക്കാൻ കാണിക്കുന്ന ഒരു താല്പര്യം, ഇത് അത്രയും രാവിലെ തന്നെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് എത്തുക. ഓരോ ചോദ്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ നിങ്ങൾ ഇത്രയും ഈ ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് അടുത്തൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു ചോദ്യമാകാം. ഈ പറയുന്ന ചോദ്യമോ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളോ ഒക്കെ അടുത്ത പരീക്ഷയിൽ നിങ്ങൾക്കൊരു ചോദ്യമാകാം. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള പഠന വഴിയിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ നോട്ട്സ് 5 AM ക്ലബ്ബുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇന്നത്തെ 5 AM ക്ലബ്ബിൽ ഞാനാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ ഇന്നും കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചോദ്യത്തിന് ഒരുപാട് പഴക്കമൊന്നും ഇല്ല, പക്ഷെ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യ മേഖല തന്നെയാണത്. അപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് ഞാൻ പറയാം. ചോദ്യം കാണുമ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർക്ക് അത് മനസ്സിലായി, റിലേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് പേർക്ക് അത് മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ജനുവരി 25 നടന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുണ്ടായിരുന്നു. അതായത് 10th പ്രിലിമിനറി പരീക്ഷയുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ ചോദിച്ച കെമിസ്ട്രിയുടെ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആ ചോദ്യം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി തല പരീക്ഷ ആയിക്കോട്ടെ, ജനറൽ PSC പരീക്ഷകളായിക്കോട്ടെ, ഇപ്പോൾ റെയിൽവേ ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏത് പരീക്ഷകൾക്കാണെങ്കിലും കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ധാരാളം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമേഖലയാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യം പോലും ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ അനുബന്ധ വിവരങ്ങളൊക്കെ പഠിച്ചു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നമ്മുടെ ആ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി 5 AM ക്ലബിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഇപ്പോൾ തന്നെ ആശംസിക്കുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നോക്കിക്കേ, ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അപ്പൊ ആരാണ്? ഹൈഡ്രജൻ ആണ്. എടാ മക്കളെ, ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് സ്ഥിരം ചോദ്യമാണ് അല്ലെ. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സിലബസ് എടുത്തു നോക്കിയാലും, മറ്റ് PSC പരീക്ഷകളുടേതായിക്കോട്ടെ, SSC, റെയിൽവേ പോലുള്ള പരീക്ഷകളുടേതായിക്കോട്ടെ, സയൻസിന്റെ ഭാഗത്ത്, കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെ, പ്രത്യേകതകൾ എന്തൊക്കെ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് വേണം ആ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ ഹൈഡ്രജനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കും. നമുക്കൊരു പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ഹൈഡ്രജനെ കുറിച്ച് എന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേത്, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. മൂന്നാമത്തേത്, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായാണ് കാണപ്പെടുന്നത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന്, ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. രണ്ടാമത്തേത്, ഹൈഡ്രജൻ എന്താണ്, ജലത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നു. മൂന്നാമത്, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഈ പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മളോട് പറയുന്ന എന്താണ്, ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് തന്നിരിക്കുന്നവയിൽ 1, 2 എന്നിവ മാത്രമാണ് ശരി, തന്നിരിക്കുന്നവയിൽ 3 മാത്രമാണ് ശരി, തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്, തന്നിരിക്കുന്നവയിൽ 2, 3 എന്നിവ മാത്രമാണ് തെറ്റ് അല്ലെ. PSC സാധാരണ ചോദിക്കുന്നതിനേക്കാൾ അധികം കുറച്ച് നമുക്കൊന്ന് ട്വിസ്റ്റിംഗ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആ ഒരു ഓപ്ഷൻസിനകത്ത് അവർ കൊടുത്തിരുന്നത്. അപ്പൊ ഇതിൽ ഏത് കുത്തും എന്നുള്ളത്, നമുക്ക് ഏത് കറുപ്പിക്കും എന്നുള്ളതിൽ കുറെ അധികം പേരെങ്കിലും ഒക്കെ ഡൗട്ട് അടിച്ചിട്ടുണ്ടാകും. അപ്പൊ ആ ലെവലിലേക്ക് നമ്മുടെ ചോദ്യങ്ങൾ, സംഭവം സിമ്പിൾ ആണ്, നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആകുന്നു, ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നു എന്നറിയുമ്പോൾ PSC സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻസ് കടുപ്പിക്കുക. ഓപ്ഷൻസ് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ, ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇടുക എന്നുള്ളത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് സംശയമൊന്നുമില്ല, നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റിനെ ആയിട്ട് നോക്കാം അല്ലെ. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ഉള്ളതാണോ? യെസ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് നിറമില്ലാത്ത, മണമില്ലാത്ത ഒരു വാതകമാണ് അല്ലെ. അതായത് കളർലെസ്സും ഓർഡർലെസ്സും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയാണ്. പിന്നെയോ, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുമോ? ഇല്ല, ഹൈഡ്രജൻ വെള്ളത്തിൽ ലയിക്കാറില്ല അല്ലെ. ഹൈഡ്രജൻ വെള്ളത്തിൽ ലയിക്കാറില്ല. ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണല്ലോ ജലം തന്നെ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കാറില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് വന്നില്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് അല്ലെങ്കിൽ ദ്വയാറ്റോമിക മൂലകമാണ്,
ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ ഒരു ദ്വയാറ്റോമികമാണോ, അതായത് ഡയാറ്റോമിക് മോളിക്യൂൾ ആണോ? തീർച്ചയായിട്ടും ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. നമ്മൾ H2 എന്നാ പറയുന്നത്, H2 എന്നാണ് ഹൈഡ്രജനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ എന്താണ്? ഡയാറ്റോമിക് ആണ്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, രണ്ടാമത്തെ ഇത് തെറ്റാണ് എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോ നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പൊ ഹൈഡ്രജനെ പറ്റി കുറെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഹൈഡ്രജന്റെ ഭൗതിക ഗുണങ്ങള്, രാസഗുണങ്ങള്, ഹൈഡ്രജന്റെ നിർമ്മാണം എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് പരീക്ഷകളിൽ ചോദിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരുന്നടാ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. കാര്യം എന്താ? ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കാത്ത ഒരു വാതകമാണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനു മുമ്പ് ചോദ്യം വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ജനുവരി 25 നടന്ന 10th പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ടം, 3rd സ്റ്റേജ് ആണ് കേട്ടോ. 10th പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ടത്തിലാണ് കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഹൈഡ്രജനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ഹൈഡ്രജനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞ കാര്യം തന്നെ അല്ലെ. ഓപ്ഷനിൽ പറഞ്ഞ കാര്യം തന്നെ എന്താണ്? ഹൈഡ്രജന് നിറമില്ല ഇല്ല. ഹൈഡ്രജന് നിറമില്ല, മണമില്ല. നിറവുമില്ല, മണവുമില്ലാത്ത ഒരു എന്താണ്? വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം നോക്കിക്കോണം. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. സാന്ദ്രത കുറഞ്ഞ വാതകമാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വാതകമാണ്, സാന്ദ്രത കുറഞ്ഞ ഗ്യാസ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, പീരിയോഡിക് ടേബിളിൽ 1ാമത്തെ മൂലകമാണ് അല്ലെ. പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ മൂലകം. അതുകൊണ്ട് തന്നെ അതിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ 1 ആണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, അറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം ആയിട്ടുള്ള, തുല്യമായിട്ടുള്ള ഒരേ ഒരു മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അറ്റോമിക് നമ്പരും മാസ് നമ്പരും എന്താണ്? മാസ് നമ്പരും 1 തന്നെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാലോ, അറ്റോമിക് നമ്പരും മാസ് നമ്പരും തുല്യമായത് കൊണ്ട് തന്നെ ഇതില് എന്തില്ല? ന്യൂട്രോണുകളുടെ എണ്ണം 0 ആണ്. ന്യൂട്രോണുകൾ ഇല്ലാത്ത മൂലകം കൂടിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന കാര്യം എന്താ? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്നുള്ളതല്ലേ എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ രണ്ടും തുല്യമാണ്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമായ സ്ഥിതിക്ക് ന്യൂട്രോണിന്റെ എണ്ണം 0 ആണല്ലോ. ന്യൂട്രോണുകൾ ഇല്ലാത്ത മൂലകം കൂടിയാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിറമില്ല, മണമില്ല, സാന്ദ്രത കുറഞ്ഞ വാതകമാണ്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമായിട്ടുള്ള മൂലകമാണ്. അതേപോലെ ന്യൂട്രോണുകൾ ഇല്ലാത്ത മൂലകമാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകമാണ്. എന്താ അറിയപ്പെടുന്നേ? ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം കൂടിയാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എടാ, നമ്മുടെ സൂര്യനിലും നക്ഷത്രങ്ങളിലുമൊക്കെ ഉള്ളറകളിൽ കാണപ്പെടുന്ന മൂലകം കൂടിയാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവുമാണ് ഹൈഡ്രജൻ. എന്താണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകമാണ് അല്ലെ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് എന്ത് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും അല്ലെ, സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും അകത്ത് കാണപ്പെടുന്ന മൂലകം കൂടിയാണ് ആര്? സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും അകത്ത് കാണുന്ന മൂലകമാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനിയോ, കത്തുന്ന വാതകമാണ്. നമുക്കറിയാം, കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനും സ്വയം തീപിടിക്കുന്ന വാതകം അല്ലെ, ഉഗ്രസ്ഫോടനത്തോടുകൂടി സ്വയം കത്തുന്ന വാതകമാണ് ഫ്ലെയിമബിൾ അല്ലെ, ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ സ്വയം തീ പിടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് ശേഷിയുള്ള ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഒരു ഇന്ധനമായിട്ട്, ഒരു ഫ്യുവൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രജനെ ഒരു ഫ്യുവൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഭാവിയുടെ ഇന്ധനം എന്ന് അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്, ഹൈഡ്രജനെ കണ്ടുപിടിച്ചതാര്? 1766 ഹെൻറി കാവൻഡിഷ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. 1766
ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജനെ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാലോ ഹൈഡ്രജന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള, ഹൈഡ്രജന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംയുക്തം, ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജലമാണ്, അഥവാ H2O ആണ് അല്ലെ. H2O ആണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സംയുക്തമാണ് വാട്ടർ, ജലം എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്തം കൂടിയാണ് ആര്? ജലം എന്ന് പറയുന്നത് എന്ന് ഓർത്തോളുക. ഹൈഡ്രജനും ഓക്സിജനും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? തമ്മിൽ കൂടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു താപമോചക പ്രവർത്തനം. ഓർത്തോണം, എപ്പോഴും ചോദിക്കുന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടാകുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ്, അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടാകുമ്പോൾ അവിടെ ഹീറ്റിനെ, ഒരു കുറഞ്ഞ എമൗണ്ട് ഹീറ്റിനെ കൂടി പുറത്തേക്ക് വിടുന്നുണ്ട്, ഒരു certain amount of heat നെ കൂടി പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് അത് താപമോചക പ്രവർത്തനമാണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്ത്? ജലം ഉണ്ടാകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ തന്മാത്ര അവസ്ഥയിൽ 2 ഹൈഡ്രജൻ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു. എന്താണ്? അതൊരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. ദ്വയാറ്റോമിക തന്മാത്രയാണ് ഹൈഡ്രജൻ ഉള്ളത്. എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രയാണ്. നമ്മൾ H2 എന്നാണ് എഴുതുന്നത് അല്ലേ? H2 എന്നാണ് എഴുതുന്നത്. ഇനി ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത്. എന്താണ്? ഹൈഡ്രജന് 3 ഐസോടോപ്പുകൾ. എത്ര ഐസോടോപ്പുകൾ ഉണ്ട്? 3 ഐസോടോപ്പുകളാണുള്ളത് അല്ലെ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയാണ്. എന്തൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയാണ്. ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയാണ് ആരുടെ ഐസോടോപ്പുകൾ? നമ്മുടെ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇതില് ഡ്യൂട്ടീരിയത്തെ നമ്മൾ ഘനജലം അല്ലെ, ഘനജലം ഉണ്ടാക്കാൻ, അതായത് ഹെവി വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം ആണ്. സാധാരണ ജലത്തില് ഹൈഡ്രജൻ തന്മാത്രകൾ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ആയിരിക്കുമ്പോൾ ഘനജലത്തിൽ, അതായത് ഹെവി വാട്ടറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയം ആണ്. ചോദിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു വസ്തുതയാണത്. ഹെവി വാട്ടർ അഥവാ ഘനജലം അല്ലെ, ഘനജലത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജന്റെ ഏത് ഐസോടോപ്പാണ്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഐസോടോപ്പാണ്. ഏതാണ്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഐസോടോപ്പാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഭാവിയുടെ ഇന്ധനമാണ് ഹൈഡ്രജൻ അല്ലെ. സ്വയം തീ പിടിക്കാൻ, സ്വയം കത്താൻ സാധ്യതയുള്ള, ശേഷിയുള്ള ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഹൈഡ്രജനെ നമ്മൾ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് H2O2 ഫ്യൂവൽ സെൽ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? H2O2 ഫ്യൂവൽ സെല്ല്, അതായത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിലൊക്കെ റോക്കറ്റ് ഇന്ധനമായിട്ടും ഒക്കെ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിലും റോക്കറ്റ് ഇന്ധനമായിട്ടും ഒക്കെ നമ്മൾ ഹൈഡ്രജനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്താണ്? ഹൈഡ്രജനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. ഇനി നമ്മൾ ഹൈഡ്രജനെ എങ്ങനെ നമുക്ക് എന്താണ് വാണിജ്യപരമായിട്ട് പ്രിപ്പയർ ചെയ്യാം? ആ ഒരു പ്രോസസ്സിന് ഒരു പേരുണ്ട്. എന്ത്? ബോഷ് പ്രക്രിയ. എന്താണ്? ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? വാണിജ്യപരമായി ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്ന, നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്തു പറയും? ബോഷ് പ്രക്രിയ എന്ന് പറയും. എന്തു പറയും? ബോഷ് പ്രക്രിയ എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജന് മറ്റു ഭൗതിക ഗുണങ്ങൾ അല്ലെ, സാന്ദ്രത കുറവാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതുകൊണ്ടല്ലേ ഹൈഡ്രജൻ ബലൂണുകൾ എന്ത് ചെയ്യുന്നത്? ഉയർന്നു പൊങ്ങിപ്പോകുന്നത് അല്ലെ. ഉയർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ആളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈ കലോറിക് വാല്യൂ ഉള്ള ആളാണ്. എന്താ ഈ കലോറിക മൂല്യം എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് മാസ് ഇന്ധനം കത്തുമ്പോൾ പുറത്തുവിടുന്ന താപത്തിന്റെ, ഹീറ്റിന്റെ അളവാണ് എന്ത് എന്ന് പറയുന്നത്? കലോറിക മൂല്യം എന്ന് പറയുന്നത്. ആ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ആളാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കലോറിക് വാല്യൂ ഏറ്റവും കൂടിയ ആളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രജനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഹൈഡ്രജൻ. ഇനി ആസിഡുകളിലെ ഏത് ആസിഡും എടുത്തു നോക്കിക്കോ. ആസിഡുകളിലെ പൊതുവായിട്ടുള്ള ഘടകമാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയും. നോക്കിക്കേ, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ്. HNO3 നൈട്രിക് ആസിഡ് ആണ്. എല്ലാ ആസിഡുകളിലും എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ആസിഡുകളിലെ പൊതുവായ ഘടകം കൂടിയാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു സൂര്യനിലും നക്ഷത്രങ്ങളുടെയും ഒക്കെ മുഖ്യ ഘടകം കൂടിയാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കത്തുന്ന വാതകമാണ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. കത്താൻ സഹായിക്കുന്നത് ഓക്സിജനും സ്വയം തീ പിടിക്കുന്നത് ഹൈഡ്രജനുമാണ്. ഉഗ്ര സ്ഫോടനത്തോടു കൂടി അതിന് കത്താനുള്ള ശേഷിയുണ്ട്.
ഇനി നമ്മൾ പറഞ്ഞു ഹൈഡ്രജനെ നമ്മൾ മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞല്ലോ റോക്കറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ലിക്വിഡ് ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതെന്താണ്? ലിക്വിഡ് ഹൈഡ്രജൻ ആണ്. ലിക്വിഡ് ഹൈഡ്രജനെയാണ് റോക്കറ്റുകളിൽ നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെ അമോണിയ പോലുള്ള സംഭവങ്ങളുടെ, അമോണിയ പോലുള്ള കോമ്പൗണ്ടുകളുടെ, സംയുക്തങ്ങളുടെ ഒക്കെ നിർമ്മാണത്തിന് അമോണിയ, അതേപോലെ മെഥനോള് തുടങ്ങിയിട്ടുള്ള നമ്മൾ സംയുക്തങ്ങളുടെ ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ഹൈഡ്രജനെ തന്നെയാണ് കേട്ടോ. അമോണിയയുടെയും മെഥനോളിന്റെയും ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും ഹൈഡ്രജനെ തന്നെയാണ്. അപ്പൊ ധാരാളം പ്രത്യേകതകളുള്ള ഒരു മൂലകമാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ നമ്മള്. വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ബലൂണുകൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെയോ നിറമില്ലാത്തതാണ്, മണമില്ലാത്തതാണ്, ജലത്തിൽ ലയിക്കാത്തതാണ്, ജലത്തിൽ അലിയാത്തതാണ്, ജലത്തിൽ ലയിക്കാത്ത മൂലകം കൂടിയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സ്വയം തീ പിടിക്കാൻ ശേഷിയുള്ള, സ്വയം കത്താൻ ശേഷിയുള്ള വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയുടെ ഇന്ധനം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റുകളിലൊക്കെ ലിക്വിഡ് ഹൈഡ്രജനെ നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ H2O2 ഫ്യുവൽ സെല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ഉള്ളറകളിലെ മുഖ്യ ഘടകമാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ്. നമ്മൾ വനസ്പതി പോലെയുള്ള വനസ്പതി ഗീയൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ കൂടിയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെയോ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തുല്യമായിട്ടുള്ള മൂലകമാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രോണുകൾ ഇല്ലാത്ത മൂലകമാണ് എന്നും ആര് പറഞ്ഞു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകമാണ്. 3 ഐസോട്ടോപ്പുകളാണ് ആർക്കുള്ളത്? ഹൈഡ്രജൻ ഉള്ളത്. ഹൈഡ്രജൻ എത്ര ഐസോട്ടോപ്പ് ഉണ്ട്? 3 ഐസോട്ടോപ്പ് ഉണ്ട്. ഏതൊക്കെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇതില് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയത്തെ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഘനജലം, ഹെവി വാട്ടറിൽ കാണാൻ കഴിയുന്നത് ഡ്യൂട്ടീരിയത്തെ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ദ്വയാറ്റോമിക തന്മാത്ര H2 എന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകമാണ്. പിന്നെ സ്ഥിരം ചോദ്യമാണ്, ആരാണ് ഹൈഡ്രജനെ കണ്ടെത്തിയത്? 1766 ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ജലം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ജലം ഉണ്ടാക്കാൻ സാധ്യമായത് അല്ലെങ്കിൽ ജലത്തെ നിർമ്മിക്കാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഹൈഡ്രോജനസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതും ഓർത്തു വെച്ചോളൂ കേട്ടോ. ജലത്തെ ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ ഉൽപ്പത്തി. ഹൈഡ്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്തമാണ് ജലം, H2O എന്ന് പറയുന്നത്. അതൊരു താപമോചക പ്രവർത്തനമാണ്. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ. അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ജലം ഉണ്ടാകുമ്പോൾ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ ഒരു പ്രത്യേക എമൗണ്ട്, പ്രത്യേക അളവിൽ ഹീറ്റിനെ, താപത്തെ കൂടി പുറത്തേക്ക് തള്ളുന്നുണ്ട് ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ആസിഡുകളിലെ എല്ലാ ആസിഡുകളിലെയും മുഖ്യ ഘടകമാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജനെ പറ്റി ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഈ ചോദ്യത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയാ കിടക്കുന്നതെന്ന് അറിയുമോ? ഒന്ന് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലും പിന്നൊന്ന് NCERT ടെക്സ്റ്റ് ബുക്കിലുമാണ്. NCERT +1 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൈഡ്രജൻ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹൈഡ്രജനിൽ +1 ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് SCERT 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി പുസ്തകത്തിൽ നിന്നാണ്. SCERT 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി പുസ്തകത്തിലെ 7ാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? അലോഹങ്ങൾ. കാർബണും നൈട്രജനും ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ അടങ്ങുന്ന അലോഹ മൂലകങ്ങളെ പറ്റി നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? 9ാം ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്റർ, കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അലോഹങ്ങളിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഹൈഡ്രജനെ പറ്റി എന്തൊക്കെയാണ് SCERT പാഠപുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. 1766 ഹെൻറി കാവൻഡിഷ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഹൈഡ്രജനെ കണ്ടുപിടിച്ചത്. കത്തുന്ന വായു നമ്മൾ പറഞ്ഞു തീ പിടിക്കാൻ സാധ്യതയുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കത്തുന്ന വായു, അതായത് ഇൻഫ്ലേമബിൾ എയർ എന്നാണ് ഹെൻറി കാവൻഡിഷ്
ഹൈഡ്രജനെ വിളിച്ചത് അല്ലെ. ഇൻഫ്ലെയിമബിൾ എയർ, കത്തുന്ന വായു എന്ന് ആരെ വിളിച്ചു? ഹൈഡ്രജനെ ആര് വിളിച്ചു? ഹെൻറി കാവൻഡിഷ് വിളിച്ചു ഇല്ലേ. ജലമുണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, ജലമുണ്ടാകുന്നത് അല്ലെങ്കിൽ ജലത്തെ ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജനസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്, ഒരു ഗ്രീക്ക് പദമാണ്, അതിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന പേര് ലഭിച്ചത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലേ. പിന്നെ എന്താ പറയുന്നത് നോക്കിക്കേ, ഹൈഡ്രജന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ അല്ലെ, വാണിജ്യപരമായിട്ട് ഹൈഡ്രജനെ നമ്മൾ ബോഷ് പ്രക്രിയ വഴിയാണ് നിർമ്മിക്കുന്നത്. ഹൈഡ്രജന്റെ ഗുണങ്ങൾ നോക്കിയേ, ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ജലത്തിൽ ലയിക്കുന്നില്ല. അതാ ആ സ്റ്റേറ്റ്മെന്റ്, ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ വന്ന സ്റ്റേറ്റ്മെന്റ് ഇതാ SCERT പാഠപുസ്തകത്തിൽ അതേപടി കിടപ്പുണ്ട്. നോക്കിക്കേ, വായുവിനേക്കാൾ സാന്ദ്രത അതിന് കുറവാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളാണ് അല്ലെ, ഡയാറ്റോമിക് മോളിക്യൂൾസ് ആയിട്ടാണ് കാണുന്നത്. പോപ്പ് ശബ്ദത്തോടെ കത്തുന്നു അല്ലെ, ഉഗ്രസ്ഫോടന ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകം കൂടിയാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇല്ലേ. നമ്മള് മെറ്റൽസും ആസിഡ്സും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുമെന്ന് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ടാകുന്ന വാതകം ഏതാണ്, ഗ്യാസ് ഏതാണെന്ന് അറിയാൻ നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിന്റെ അല്ലെ, ആസിഡിനകത്തോട്ട് ഏതെങ്കിലും ഒരു മെറ്റൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെറ്റലിനെ ഇട്ടിട്ട്, നമ്മൾ സാധാരണ മഗ്നീഷ്യം റിബൺ ഒക്കെ ആയിരുന്നു ഇട്ട് നോക്കുന്നത്, ഇട്ടിട്ട് നമ്മൾ അതിന്റെ മുകളിലായിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരച്ച് കൊണ്ട് കാണിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അതൊരു പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് അത് ഹൈഡ്രജൻ ആണ്, അവിടെ ഉണ്ടായ വാതകം ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. ഇനി നോക്കിക്കേ എന്താ പറയുന്നതെന്ന്. ഹൈഡ്രജന്റെ പ്രധാനപ്പെട്ട 2 രാസപ്രവർത്തനങ്ങളിൽ ഒന്ന്, ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് കത്തുമ്പോൾ എന്തുണ്ടാകും? ജലമുണ്ടാകും അല്ലെ. 2H2 + O2 gives 2H2O. കണ്ടോ, ഇവിടെ താപം ഉണ്ടാകുന്നു. അതായത് ഇത് എന്ത് റിയാക്ഷൻ ആണ്? താപമോചക പ്രവർത്തനം അഥവാ എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനും ക്ലോറിനുമായിട്ട് ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. അതായത് HCl ഉണ്ടാകുന്നു. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇത് രണ്ടുമാണ് ഹൈഡ്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഹൈഡ്രജന്റെ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, അമോണിയ, മെഥനോള് തുടങ്ങിയവയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ നമ്മൾ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നുണ്ട്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വനസ്പതി പോലെയുള്ള പൂരിത എണ്ണകളുടെ, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽസിന്റെയും ഒക്കെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലോഹ ഓക്സൈഡുകളിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ 5am ക്ലബിന്റെ കഴിഞ്ഞ എപ്പിസോഡില് മെറ്റലർജി പഠിച്ചപ്പോൾ മെറ്റാലിക് ഓക്സൈഡുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിരോക്സീകരിക്കുമ്പോൾ റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഹൈഡ്രജനെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇനി ഹൈഡ്രജൻ ഒരു ഇന്ധനമാണ് അല്ലെ, ഹൈഡ്രജൻ ഒരു ഇന്ധനമാണ് അല്ലെ. നമ്മൾ പറഞ്ഞല്ലോ ഹൈ കലോറിക് വാല്യൂ ഉയർന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. എന്തായിരുന്നു കലോറിക് വാല്യൂ എന്ന് പറയുന്നത്? ഒരു ഇന്ധനത്തിന്റെ ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി കത്തിക്കഴിയുമ്പോൾ പുറത്തുവിടുന്ന താപത്തിന്റെ, ഹീറ്റ് എനർജിയുടെ അളവാണ് എന്തെന്ന് പറയുന്നത്? കലോറിക മൂല്യം. ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ആളാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജനെ എന്തുകൊണ്ട് നമ്മൾ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ വായുവിൽ ജ്വലിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാകും? ജലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ മറ്റൊരു എന്താ പറയുന്ന വിഷപദാർത്ഥമോ അല്ലെങ്കിൽ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ കലോറിക മൂല്യം കൂടുതലാണ് അല്ലെ. ഒരു ഇന്ധനം കത്തി താപോർജം പുറത്തു വന്നാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഇന്ധനം കൊണ്ട് പ്രയോജനമുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കലോറിക മൂല്യം കൂടിയ ഹൈഡ്രജനെ ഒരു ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതകൾ ഏറെയാണ്. പക്ഷെ എന്നാ പോലും ഹൈഡ്രജനെ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റോക്കറ്റുകളിലും, അതേപോലെ റോക്കറ്റിലെ ഇന്ധനമായിട്ടും അതേപോലെ തന്നെ ഫ്യുവൽ സെല്ലുകളിലും മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഒരു ഗാർഹിക ഇന്ധനമായിട്ടല്ലേ, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് നമ്മൾ ഹൈഡ്രജനെ ഉപയോഗിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഹൈഡ്രജൻ ഉഗ്രസ്ഫോടനത്തോടു കൂടി കത്തുന്ന ഒരു വാതകമാണ്. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഹൈഡ്രജനെ സംഭരിച്ചു വെക്കുന്നതും വിതരണം ചെയ്യുന്നതും ഒക്കെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഇങ്ങനെയുള്ള കുറച്ച് കുഴപ്പങ്ങളൊക്കെ എവിടെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ, ഈ ഒരു 2 ബുദ്ധിമുട്ടുകളെ, പോരായ്മകളെ ഒന്ന് മറികടന്നാൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലുകൾ ഉണ്ടല്ലോ, H2O2 ഫ്യുവൽ സെല്ലുകൾ. ഈ ഫ്യുവൽ സെല്ലുകളുടെ നിർമ്മാണത്തിന്റെ കാര്യം തന്നെ നമ്മൾ പറയുമ്പോൾ +1 ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ട്, H2O2 ഫ്യുവൽ സെല്ലുകൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള
ലെസ് പൊല്യൂട്ടന്റ് ആയിട്ടുള്ള അല്ലെ അന്തരീക്ഷ മലിനീകരണം തീരെ ഉണ്ടാക്കാത്ത ഒരു തരം സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ H2O2 ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഫ്യൂവൽസിന്റെ ഒക്കെ ലഭ്യത കുറവും അതേപോലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രജനെ നമുക്കൊരു ഒരു ബെറ്റർ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഈ പറയുന്ന രണ്ട് പോരായ്മകൾ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ പരിസര മലിനീകരണം ഉണ്ടാക്കാത്തതും ഉയർന്ന കലോറിക മൂല്യമുള്ളതും ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ളതുമായ ഒരു ഫ്യൂവൽ കൂടിയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു സെഷനില് ഹൈഡ്രജനെ കുറിച്ച് ഹൈഡ്രജനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഹൈഡ്രജൻ കൃത്യമായിട്ടും ചോദ്യമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. സ്റ്റേറ്റ്മെന്റ് തരത്തിൽ തന്നെ ചോദ്യം വരും. നമുക്കിപ്പോ കഴിഞ്ഞ പരീക്ഷയിൽ പോലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഹൈഡ്രജൻ നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മുടെ 5am ക്ലബിന്റെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കിന്റെ പകുതി ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ പകുതി നമ്മൾ ഈ അരമണിക്കൂർ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത 5am ക്ലബിന്റെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യൂട്യൂബ് സെഷനിലൂടെ ക്ലാസ്സുകളിലൂടെ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കറിയാലോ 5am ക്ലബ്ബ് രാവിലെ പഠിച്ചാൽ അതിരാവിലെ പഠിച്ചാൽ നമുക്ക് നന്നായി പഠിക്കാം, ഉഷാറായി പഠിക്കാം. നമ്മുടെ ദിനം തന്നെ നിങ്ങളുടെ ഒരു ദിവസം തന്നെ സൂപ്പർ നോട്ട്സിനോടൊപ്പം പഠിച്ചുകൊണ്ട് ആരംഭിക്കാം. ആ ഒരു ഉറച്ച വിശ്വാസം ഞാൻ അടുത്ത സമയത്ത് തന്നെ ഞാൻ 2025 നടക്കുന്ന ഇഷ്ടം പോലെ പരീക്ഷകൾ നിരവധി പരീക്ഷകൾ നമുക്ക് റെയിൽവേയുടെ ഭാഗമായിട്ടും PSCയുടെ ഭാഗമായിട്ടും ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ ഈ പരീക്ഷകളിലൊക്കെ എന്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ഞാൻ രേഖപ്പെടുത്തും. ഞാൻ അതിൽ ഒരു ഇടം നേടും. റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ ഞാൻ ഇടം നേടും എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. രാവിലെ തന്നെ പഠനം ആരംഭിക്കുക. പഠിക്കാൻ സമയമില്ല എന്നുള്ള ഒരു പതിവ് പല്ലവിയെ നമ്മൾ എടുത്തു മാറ്റുക. നമ്മുടെ പഠിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പ്രയോറിറ്റീസ് ആണ്, നമ്മുടെ പ്രിഫറൻസുകളാണ്. അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റീസും പ്രിഫറൻസസും ഒക്കെ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. നമുക്ക് നല്ലൊരു നാളെ ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. പഠിച്ചതൊന്നും നമുക്ക് നഷ്ടമാവുകയില്ല. അപ്പൊ നല്ലൊരു ദിനമാവട്ടെ, നല്ലൊരു ദിവസമാകട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ അഭിലാഷങ്ങളൊക്കെ സാധ്യമാകട്ടെ. വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.